നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പതിറ്റാണ്ടുകളായി ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള സൗഹൃദ ബന്ധം തകരുന്നു. ഇന്ത്യൻ സൈന്യത്തെ മാലിദ്വീപിൽ നിന്ന് പിൻവലിക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായെന്ന് അവകാശപ്പെട്ട മാലിദ്വീപ് വിദേശകാര്യ മന്ത്രാലയത്തിന്റേതാണ് പ്രതികരണം. മാർച്ച് 15-നകം ഇന്ത്യൻ സൈന്യത്തെ പൂർണ്ണമായും പിൻവലിക്കണമെന്ന ഇന്ത്യൻ ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥർ മാലിദ്വീപ് വിദേശകാര്യ മന്ത്രാലയവും നടത്തിയ ചർച്ചയിൽ മാലിദ്വീപ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ ധാരണയായി എന്നാണ് മാലിദ്വീപിന്റെ അവകാശവാദം. പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിന്റെ ചൈനീസ് സന്ദർശനത്തിന് പിന്നാലെയാണ് മാലിദ്വീപ് നിലപാട് കടുപ്പിച്ചത് എന്നതും ശ്രദ്ധേയം. അതേസമയം പരസ്പരം സഹകരണത്തിനുള്ള നടപടികൾ തുടരുമെന്നാണ് ഇന്ത്യ യോഗത്തിന് ശേഷം വ്യക്തമാക്കിയത്. ഇന്ത്യൻ സൈനിക വിഭാഗങ്ങളും മറ്റ് സേവനങ്ങളും മാലിദ്വീപിൽ തുടരുന്നതും ചർച്ചയായി എന്നും അടുത്ത ചർച്ച ഇന്ത്യയിൽ നടക്കുമെന്നും ഇന്ത്യ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. മാലിദ്വീപ് മുൻ ഗവൺമെന്റിന്റെ അഭ്യർത്ഥന പ്രകാരം വർഷങ്ങളായി മാലിദ്വീപിൽ ഇന്ത്യൻ സൈനികരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. സമുദ്ര സുരക്ഷയ്ക്കും ദുരന്ത നിവാരണ സഹായത്തിനുമായിരുന്നു ഇന്ത്യൻ സൈനിക സഹായം മാലിദ്വീപ് തേടിയത്. മാലിദ്വീപ് ജനങ്ങളുടെ ജനാധിപത്യപരമായ ആവശ്യത്തെ ഇന്ത്യ മാനിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നതായി മാലിദ്വീപ് അറിയിച്ചു. നേരത്തെയും സൈന്യത്തെ പിൻവലിക്കണമെന്ന ആവശ്യം പരോക്ഷമായി മാലിദ്വീപ് ഉന്നയിച്ചിരുന്നു. മാലിദ്വീപിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാൻ അന്ത്യശാസനം നൽകിയ സംഭവത്തിൽ പ്രതികരണവുമായി ഇന്ത്യയും രംഗത്തെത്തി. മാലിദ്വീപുമായി പരസ്പരം സഹകരണത്തിനുള്ള വിശാല ചർച്ച നടക്കുന്നതായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. നിലവിലെ സ്ഥിതി തുടരാൻ ഇരു രാജ്യങ്ങൾക്കും സ്വീകാര്യമായ ഒരു പരിഹാരത്തിനായി ശ്രമിക്കുന്നുണ്ട്. ഇന്ത്യൻ വ്യോമസേന മാലിദ്വീപിലെ ജനങ്ങൾക്കായി ചെയ്തുവരുന്ന മാനുഷിക സഹായങ്ങൾ, മെഡിക്കൽ സേവനങ്ങൾ തുടങ്ങിയ തുടരാവശ്യങ്ങളൊക്കെയും ചെയ്യുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഇന്ത്യ മാലിദ്വീപ് ഉന്നതതല യോഗം ഞായറാഴ്ച മാലിയിൽ ചേർന്നിരുന്നു. യോഗത്തിൽ ഇന്ത്യൻ സൈന്യത്തെ മാർച്ച് 15-നകം പിൻവലിക്കണമെന്ന് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ആവശ്യപ്പെടുകയായിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു ഇന്ത്യയുടെ പ്രതികരണം. ഇരു രാജ്യങ്ങളും തമ്മിൽ അടുത്ത ഉന്നതതല യോഗം ഇന്ത്യയിൽ നടക്കും. തീയതി പിന്നീട് നിശ്ചയിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ടൂറിസത്തെ ചൊല്ലി മാലിദ്വീപും ഇന്ത്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളായിരുന്നു. ഇതിനിടെ മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ചൈനയിൽ സന്ദർശനം നടത്തിയിരുന്നു. 5 ദിവസം നീണ്ട ചൈന സന്ദർശനത്തിന് പിന്നാലെയാണ് സൈന്യത്തെ പിൻവലിക്കണമെന്ന നിലപാട് മാലിദ്വീപ് കടുപ്പിച്ചത്. തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ ഔട്ട് എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു നിലവിൽ മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു അധികാരത്തിലെത്തിയത്. ചൈനയുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന നേതാവ് കൂടിയാണ് മൊയ്സു. അതേസമയം മാലിദ്വീപിലേക്കുള്ള തന്റെ സന്ദർശനം റദ്ദാക്കി തെലുങ്ക് സൂപ്പർ സ്റ്റാർ നാഗാർജുന. ഇന്ത്യൻ മാലിദ്വീപ് ബന്ധം വഷളായ സാഹചര്യത്തിലാണ് നാഗാർജുനയുടെ ഈ തീരുമാനം. സംഗീത സംവിധായകൻ MM കീരവാണിയുമായി നടത്തിയ അഭിമുഖത്തിലാണ് താരം ഇക്കാര്യം അറിയിച്ചത്. ജനുവരി 17-നാണ് നടൻ മാലിദ്വീപിലേക്ക് പോകാനായി തീരുമാനിച്ചത്. തുടർച്ചയായി 75 ദിവസം ജോലി ചെയ്യുന്നതിന്റെ ക്ഷീണം തീർക്കാൻ വേണ്ടി മാലിദ്വീപ് യാത്ര പ്ലാൻ ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ താൻ ആ യാത്ര റദ്ദാക്കുകയാണ് എന്നും പകരം ലക്ഷദ്വീപിലേക്ക് യാത്ര ചെയ്യുമെന്നും അദ്ദേഹം അറിയിച്ചു. മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു കഴിഞ്ഞ ദിവസം ചൈനയിൽ നിന്ന് യാത്ര കഴിഞ്ഞെത്തിയതിനു ശേഷം ഇന്ത്യക്കെതിരെ പ്രസ്താവന പുറപ്പെടുവിക്കുകയായിരുന്നു. മാലിദ്വീപ് ആരുടെയും പുറമ്പോക്കല്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന. ഇന്ത്യയുടെ പേരെടുത്തു പറയാതെയായിരുന്നു കമന്റുകളെല്ലാം. മാലിദ്വീപിന് പകരം മാലിദ്വീപിലേക്ക് എന്ന പ്രചാരണം ഒരു വിഭാഗങ്ങൾ സോഷ്യൽ മീഡിയയിൽ സജീവമാക്കിയതിന് പിന്നാലെയാണ് ഈ സംഭവ വികാസങ്ങൾ.